അടിപൊളി കേരയുടെ 2 തല കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതുകൊണ്ടൊരു തലക്കറി വെക്കാം. ഇവനെ ഒന്ന് വെട്ടി വൃത്തിയാക്കി എടുക്കട്ടെ. നമ്മുടെ കേരത്തലയൊക്കെ വൃത്തിയാക്കി ഞാൻ നടുവേ ഒന്ന് പൊളിച്ചെടുത്തിട്ടുണ്ട്. കാരണം മസാലയിലൊക്കെ മുങ്ങിക്കിടക്കണ്ടേ. നമുക്ക് ശകലം വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഈ വിനാഗിരി ഒഴിച്ച് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉളുമ്പൊക്കെ നന്നായിട്ട് പോയി കിട്ടുവേ. മീൻചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഒരു 2 ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ചേർത്ത് കൊടുക്കാം. ഒരു 4 പച്ചമുളക് കീറിയത്, കറിവേപ്പില, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. ഞങ്ങൾക്ക് എരിവ് കുറച്ച് മതി. എരിവ് കൂടുതൽ വേണ്ടവർക്ക് എരിവുള്ള മുളക് പൊടി ചേർക്കാം കേട്ടോ. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി. ഇനി ഒന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. വറുത്ത് പൊടിച്ച് വെച്ചിരിപ്പുണ്ട്. അത് ഞാനൊരു 1/2 സ്പൂണ് ഇതിലേക്ക് ചേർക്കുവാണ്. കുടംപുളി കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. പുളി അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ മീനൊക്കെ വറ്റി വരാൻ നന്നായിട്ട് വെള്ളം വേണം. അപ്പം ഞാനിതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാനൊരു 2 സ്പൂണ് കല്ലുപ്പ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻതലയാണ്. ഇനി ഇത് നമുക്ക് അരപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ
മീൻ തലക്കുട്ടന്മാർ ഇവിടെ ഇരുന്ന് ശരിക്ക് പറ്റി വെന്ത് വരട്ടെ. ഉപ്പും മുളകൊക്കെ നന്നായിട്ട് പിടിക്കട്ടെ. നമ്മുടെ തലക്കറിയൊക്കെ അവിടെ ഇരുന്ന് വെന്ത് വരട്ടെ. നമുക്ക് അതിന് വേണ്ടിയിട്ട് അത് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി കപ്പപ്പുഴുക്ക് ഉണ്ടാക്കിയേക്കാന്ന്. ഇപ്പം അങ്ങനെ നമ്മുടെ തലക്കറിയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ കപ്പയും വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് അരപ്പങ്ങ് ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഇനി ഇത് മൂടി വെച്ചൊന്ന് ആവി കയറ്റിയെടുക്കണം. ഇനി നമുക്ക് കപ്പ നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടാം. കപ്പപ്പുഴുക്കിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് പല പ്രാവശ്യവും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മൊത്തത്തിൽ കപ്പപ്പുഴുക്ക് കാണിക്കാതിരുന്നത്. ഈ കപ്പപ്പുഴുക്കും തലക്കറിയും കൂടി നല്ല ടേസ്റ്റാണ്. ഇന്ന് നമ്മൾ വെച്ച തലക്കറി കപ്പയുടെ കൂടെയാണ് കഴിക്കുന്നത്. കപ്പ നമുക്ക് ഈ ഇലയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ തലക്കറി അങ്ങ് വെച്ചു കൊടുക്കാം. നല്ല അടിപൊളി കറിയാണ്. തലയൊക്കെ ശരിക്കും വെന്ത് ഞാൻ പൊളിച്ചിട്ട് തന്നെ അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തലയൊക്കെ ശരിക്കും ആ മസാലയൊക്കെ ഇതൊന്ന് വേകാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. സൂപ്പറല്ലേ? നല്ല അടിപൊളി ടേസ്റ്റ്. തല എന്ന് പറയുമ്പോൾ നല്ല ഫ്രഷ് കയറിയിട്ട് തലയായിരുന്നു. അതുകൊണ്ട് നല്ല നല്ല ടേസ്റ്റ്. എൻ്റെ കിച്ചൂട്ടൻ കിടന്ന് ഉറങ്ങിപ്പോയി. ഒരാളുടെ കുറവുണ്ട്. സാധാരണ റിവ്യൂ പറയണ അവനായിരുന്നു. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു. ഡൺ.